നമ്മളിവിടെ നോക്കുന്നത് പിന്നെ നമ്മുടെ ആപ്പിൽ കയറുക. ആപ്പിൽ ചെറിയൊരു ഫീച്ചർ കാണിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ആപ്പിൽ കയറുക. ആപ്പിൽ കയറുമ്പോൾ ഞാനിതാ പിന്നെ നിങ്ങളുടെ MC നമ്പറും പാസ്വേഡും ഓൾറെഡി ഞാൻ അടിച്ചു കേട്ടോ. MC നമ്പറും നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ www ആപ്പിലല്ല വെബ്സൈറ്റിൽ www.modicare.com അടിച്ച് നമ്മൾ സൈൻ ഇൻ ആണ് കയറി കാണുക. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ജോയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ MC നമ്പർ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാപ്ഷൻ ഉണ്ടാവും, അതായത് 2+3 = എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് അവിടെ നമ്മൾ 2+3 ആണെന്നുണ്ടെങ്കിൽ 5, 2+2 ആണെന്നുണ്ടെങ്കിൽ 4, അങ്ങനെ നമ്മളത് പ്ലസ് ചെയ്ത് കൊടുക്കുക, മൈനസ് ചെയ്ത് അങ്ങനെ ആ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അനക്കരം വരിക. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും മുന്നിലുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 ലൈൻ ഇതാ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ, റിപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ജസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ടിൽ ഇതിൽ എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് കണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് ഏറ്റവും കുറേ ഏകദേശം എന്താ പറയുക, ആദ്യം ലോയൽറ്റി, ബിസിനസ് സ്റ്റാറ്റസ്, ഡൗൺലൈൻ ബിസിനസ് സ്റ്റാറ്റസ്, ഫ്രണ്ട് ലൈൻ ടാർഗറ്റ്, എൻറോൾമെൻറ്റ് ഫ്രണ്ട് ലൈൻ ടാർഗറ്റ്, ബിൽഡേഴ്സ് റിപ്പോർട്ട്, ആക്റ്റീവ് റിപ്പോർട്ട്, എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക്. ഈ എൻറോൾമെൻറ്റ് നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എൻറോൾമെൻറ്റ് നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക്, ഡൗൺലൈൻ ഡീറ്റെയിൽസ്, അതിൽ എൻറോൾമെൻറ്റ് നെറ്റ്വർക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ നമ്മുടെ പേര്, നമ്മുടെ കൺസൾട്ടൻ്റ് നമ്പർ, BV ലാസ്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ കാണും. ജനുവരി 2022. പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതാ, അതിന് പകരം അപ്രൂവ്ഡ്, അപ്രൂവൽ പെൻഡിങ്, നോട്ട് സബ്മിറ്റഡ്, റിജക്റ്റഡ് ഇതൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിപ്പം അവിടെ റിജക്റ്റഡ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ റിജക്റ്റ് ആയിട്ടുള്ള KYC റിജക്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് മാത്രം നമുക്ക് അവിടെ കാണിക്കാൻ കഴിയും. ഇനി ഓൾ എന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരെയും നമ്മുടെ ടീമിലുള്ള മുഴുവൻ ആളുകളെയും എത്ര ആളുകളുണ്ട് നമ്മുടെ ടീമിൽ എന്നുള്ളതും അവരുടെ സ്റ്റാറ്റസ് എന്താണ്, KYC സ്റ്റാറ്റസ് എന്താണ്, പിന്നെ അവരുടെ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്താണ്, എല്ലാം ഓക്കെ, അതൊക്കെ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ഈ അവരുടെ പൊസിഷൻ എത്രയാണ്, അവരെന്നാ ജോയിൻ ചെയ്തത്, അവരുടെ MC നമ്പർ, ഇത്തരം ഈവൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഷോ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എന്താ, ഷോ നെറ്റ്വർക്ക് നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നേരെ ഇത് കഴിഞ്ഞ് എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തു, ഒന്നും ചെയ്യാതെ ഷോ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഒരു 20ഓളം ആളുകൾ ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ടീമിലുള്ള. അത് നമ്മളിവിടെ ഏറ്റവും ഇവിടെ താഴത്ത് 20 എന്ന് കാണിക്കണം, കണ്ടോ ഇതാ ഈ 20ൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് 100, 500 ആക്കി കൊടുക്കുക. കാരണം അത്രയും ആളുകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ് പണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ടീമിലുള്ളതാണ് കാണിക്കുന്നത്. 36 ആളുകളാണ് നിങ്ങളുടെ ടീമിലുള്ളത്. കണ്ടോ, ഈ 36 ആളുകൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകളാണ്. മനസ്സിലാക്കുക നിങ്ങൾ എത്ര ആളുകളെ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. അതായത് നിങ്ങൾ സ്വന്തമായി എത്ര ആളുകളോട് ബിസിനസ് പറഞ്ഞു ജോയിൻ ചെയ്യിച്ചു, പക്ഷേ നിങ്ങളുടെ ടീമിൽ 36ഓളം ആളുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. അവരുടെ പിന്നെ ഇവിടെ 2 ഓപ്ഷനായിട്ട് ഇവിടെ കണ്ടില്ലേ ഇടയ്ക്ക്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ MC നമ്പറാണ്, ഇവിടെയും കൺസൾട്ട് നെയിം, ഇതും MC നമ്പർ, കൺസൾട്ട് നെയിം. ഇതെന്തിനാണെന്നറിയാം, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വലിക്കാം. മെല്ലെ ഈ സൈഡ് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മളെ സ്റ്റാറ്റസ് ആക്റ്റീവ്, ഈ സ്റ്റാറ്റസ് എല്ലാം ഇവിടെ ചെക്ക് ചെയ്യുക, ഇതെല്ലാം ആക്റ്റീവിനായിരിക്കും. അതിന് പകരം നമ്മുടെ എൻറോൾമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഇന്ന ആൾ ഓരോരുത്തരും നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതാ ഓരോരുത്തരും നമ്മൾ എന്ന് ജോയിൻ ചെയ്തു നമ്മളെ കൂടെ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ അവരെ ലെവല്, എൻറോൾമെൻറ്റ് സ്പോൺസർ, അവരാരെ സ്പോൺസർ ചെയ്തെന്നുള്ള ആ സ്പോൺസർ MC നമ്പറാണത്. പിന്നെ വാലിഡ് ടൈറ്റിൽ, ഓരോ ഏതൊക്കെ ടൈറ്റിലാണ് ഉള്ളത് ഓരോരുത്തരും ഇവിടെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ പെയ്ഡ് ആസ് ടൈറ്റിൽ, അത് തന്നെ ഓരോ ടൈറ്റിൽ, പിന്നെ ക്വാളിഫൈ ആണ്, നോട്ട് ക്വാളിഫൈഡ് ആണ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. KYC അപ്രൂവ്ഡ് ഇതാ ഇതിൽ ആരെങ്കിലും റിജക്റ്റഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. റിജക്റ്റഡ് ഉണ്ട് ചെക്ക് ചെയ്തിട്ട് അവരെത്രയും പെട്ടെന്ന് അപ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ റിജക്റ്റഡ് കാണുന്നുണ്ട് ഒരാളവിടെ ഏറ്റവും ലാസ്റ്റിൽ അല്ലേ, ബാക്കി എല്ലാവരും അപ്രൂവ്ഡാണ്. ഒരാൾ മാത്രം റിജക്റ്റഡ് കാണുന്നത്, അതാരാണെന്ന് അറിയാമോ, ഇങ്ങനെ നോക്കുക. ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ കേട്ടോ, ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ റിജക്റ്റഡ് ആണ്, അത് ആരാണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ ഓക്കെ. അതേപോലെ നമ്മുടെ ആക്ടിവേഷൻ സ്റ്റാറ്റസ് ഇവിടെ കുറേ നോട്ട് ആക്ടിവേറ്റഡ് ഉണ്ട്, ഇതാ കണ്ടില്ലേ. ഈ നോട്ട് ആക്ടിവേറ്റഡ് ഉള്ള ആളുകളോടൊക്കെ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പറയണം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ PVകളൊക്കെയാണ് നമുക്കിവിടെ നമ്മൾ ഈ മാസം അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കേട്ടോ, ഒരു 100 PVക്ക് ഒരാൾ 37 PV, 101, 44 ഈ ആളുകളെ നമ്മൾക്ക് എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞില്ല നമ്മുടെ എപ്പോഴും ലോയൽറ്റി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ലോയൽറ്റി ചെയ്യുന്ന ആളുകളെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ.
ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അവർ എത്ര 100 PV ചെയ്തവരാരൊക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അവരുടെ GPV, GBV, ഗ്രോസ് PV, BGPV എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവരെ പെർസെൻറ്റേജ് ലെവൽ പെർസെൻറ്റേജ് 13, 10, 7 പിന്നെ ഇങ്ങനെ ഓരോരുത്തരതും നമുക്കിവിടെ കാണാൻ കഴിയും. ക്ലിയർ ആണല്ലോ അല്ലേ? അവരുടെ ഹോം ഫണ്ട്, ഹൗസ് ഫണ്ട് എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ക്ലിയറാണ്. അവരുടെ സിറ്റി ഓക്കെ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ടു എക്സൽ എന്ന് പറഞ്ഞ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ല നിങ്ങൾ? ഇവിടെ കണ്ടില്ല എക്സ്പോർട്ട് മുകളിലായിട്ട് എക്സ്പോർട്ട് ടു എക്സൽ. ഇതാ നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് ഇത് മാറി. ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമുക്കിതൊക്കെ ഈ ലെവലിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, നമ്മുടെ ടീമിലേക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം അല്ലേ? ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ മുഴുവനും കൊള്ളണമെന്നില്ല, നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഡാറ്റ നമുക്ക് ഇനി ഇതുപോലെ ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏതായാലും പറഞ്ഞതല്ലേ, ഒന്ന് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഇതിലിതാ നമ്മൾ ഈ മാസം ആരൊക്കെ പർച്ചേസ് ചെയ്തെന്നുള്ള ഓപ്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് ആക്റ്റീവ് റിപ്പോർട്ട് ഉണ്ട്. ആക്റ്റീവ് റിപ്പോർട്ട്, ഈ ആക്റ്റീവ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം ആരൊക്കെ പർച്ചേസ് ചെയ്തു പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങളുടെ ഡയറിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. 15 എല്ലാ മാസവും 10-ാം തീയതി 15-ാം തീയതി പിന്നെ ഒക്കെ നമ്മൾ ഈ റിപ്പോർട്ട് എടുക്കണം. ഇങ്ങോട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താനും കാര്യത്തിനൊക്കെ നമുക്കിത് ഉപകരിക്കും. ഓക്കെ. ഇത് ലോഡാവാനുള്ള ചെറിയൊരു പ്രയാസം കാണുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്.